ഇടുക്കിയിൽ വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. മൂന്നാർ പള്ളിവാസൽ ആറ്റുകാട് പവർ ഹൗസ് സ്വദേശിയെയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. വിദ്യാർത്ഥികളുമായി ജീപ്പിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഡ്രൈവറെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. മൂന്നാർ പള്ളിവാസൽ ആറ്റുകാട് പവർ ഹൗസ് സ്വദേശി എസ് രാജനെയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO കെ രാജീവ് പറഞ്ഞു. മാട്ടുപ്പെട്ടി ഭാഗത്തു നിന്നും മൂന്നാറിലേക്ക് ഇയാൾ വിദ്യാർത്ഥികളുമായി പോകുന്നതിനിടെയാണ് സംഭവം. 4 കമാൻഡർ ജീപ്പുകളാണ് പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ സവാരിക്ക് കൊണ്ടുപോയത്. ടൂറിന്റെ ആഘോഷത്തിൽ വിദ്യാർത്ഥികൾ വാഹനത്തിൽ പാട്ടും മേളവുമായി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഹരം പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ അമിത വേഗത്തിൽ ഓടിക്കുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട വിനോദസഞ്ചാരികൾ സംഭവത്തിന്റെ വീഡിയോ എടുത്ത് എൻഫോഴ്സ്മെന്റ് RTOയ്ക്കും ജില്ലാ പോലീസ് മേധാവിക്കും അയച്ചു നൽകി. തുടർന്നാണ് വാഹനം പിടികൂടിയതെന്ന് ദേവികുളം MVI NK ദീപു പറഞ്ഞു. അത് കഴിഞ്ഞ 6-ാം തീയതി മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡില് സ്കൂൾ കുട്ടികളെ കയറ്റി സർവീസ് നടത്തിയ ഒരു ജീപ്പ് വളരെ ഡേഞ്ചറസ് ആയിട്ട് ഓടിച്ച് പോകുന്ന ഒരു കാഴ്ച ഒരു വിനോദസഞ്ചാരി പകർത്തി എൻഫോഴ്സ്മെന്റ് RTO ശ്രീ കെ രാജീവ് സാറിന് അയച്ചു കൊടുത്ത ഒരു മെസ്സേജ് ആയിരുന്നു. ഇന്നലെ രാവിലെ മെസ്സേജ് കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മൂന്നാർ സ്ക്വാഡിനെ ചുമതലപ്പെടുത്തി ഉച്ചയ്ക്ക് മുന്നേ ആ വാഹനം പിടിച്ചെടുത്ത് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തികൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക്, അതിൽ സഞ്ചാരികൾക്ക് അവരുടെ ജീവന് തന്നെ അപകടകരമാകും എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് പല ഡ്രൈവർമാരും ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ചെയ്തു വരുന്നത്. ഇതിന് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് RTO അറിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇൻസിഡന്റിൽ പിടിക്കപ്പെട്ട ഡ്രൈവറുടെ ലൈസൻസിനെതിരെ നടപടിയെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചിട്ടുണ്ട്. മൂന്നാർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ MVA VA ഷാനവാസ്, AMVമാരായ ബിനു കുരാപ്പള്ളിയിൽ, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റ് ജീപ്പ് ഡ്രൈവർമാർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.